സെപ്റ്റംബർ 6 സന്യാസ ശ്രേഷ്ഠനായ വിശുദ്ധ എലവുത്തേരിയൂസ്. ഇറ്റലിയിലെ സ്പോളറ്റോയ്ക്ക് സമീപമുള്ള വിശുദ്ധ മർക്കൂസിൻ്റെ നാമത്തിലുള്ള ആശ്രമത്തിലെ ആശ്രമ ശ്രേഷ്ഠനായിരുന്നു വിശുദ്ധ എലവുത്തേരിയൂസ്. ലളിത ജീവിതവും അനുതാപ ചൈതന്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന പ്രത്യേകതകൾ. ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള പ്രത്യേക വരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വിശുദ്ധ എലവുത്തേരിയൂസിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാന സംഭവം പിശാചുബാധിതനായ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. ആ കുട്ടി ആശ്രമത്തിൽ താമസിച്ച് പഠിക്കാൻ തുടങ്ങിയതോടെ പിശാച് കുട്ടിയിൽ നിന്ന് വിട്ടുപോയി. ഒരു ദിവസം വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞു: കുട്ടി ഇപ്പോൾ ദൈവദാസന്മാർക്കൊപ്പം ആയതുകൊണ്ട് പിശാചിന് അവനെ തൊടാൻ സാധിക്കില്ല. വിശുദ്ധൻ്റെ ഈ സംസാരം അഹങ്കാരത്തോടുകൂടി ആയതുകൊണ്ടായിരിക്കണം ആ കുട്ടി വീണ്ടും പിശാച് ബാധതയുള്ളവനായി കാണപ്പെട്ടു. തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ വിശുദ്ധ എലവുത്തേരിയൂസ് ആഴമായി അനുതപിച്ചു. തുടർന്ന് എല്ലാ ആശ്രമവാസികൾക്കുമൊപ്പം വിശുദ്ധൻ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുകയും കുട്ടി വീണ്ടും പിശാചു ബാധയിൽ നിന്നും സ്വതന്ത്രനാവുകയും ചെയ്തു. മറ്റൊരു സംഭവം മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പായുമായി ബന്ധപ്പെട്ടതാണ്. വലിയ ശാരീരിക ക്ഷീണവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ട ഗ്രിഗറി പാപ്പായിക്ക് ഉയർപ്പ് തിരുനാളിന് മുമ്പ് പതിവായി ഉള്ള ഉപവാസം എടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് തോന്നി. ഗ്രിഗറി പാപ്പ വിശുദ്ധ എലവുത്തേരിയൂസിൻ്റെ സഹായം തേടി. അവർ ഒരുമിച്ച് വിശുദ്ധ ആൻഡ്രൂസിൻ്റെ ആശ്രമ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്ന മാർപ്പാപ്പായിക്ക് തൻ്റെ രോഗങ്ങൾ സൗഖ്യമായതായി അനുഭവപ്പെട്ടു. പതിവനുസരിച്ചുള്ള ഉപവാസം അനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് ആശ്രമശ്രേഷ്ഠൻ എന്ന സ്ഥാനം ഉപേക്ഷിച്ച വിശുദ്ധൻ വിശുദ്ധ ഗ്രിഗറി പാപ്പ സ്ഥാപിച്ച വിശുദ്ധ ആൻഡ്രൂസിൻ്റെ ആശ്രമത്തിൽ പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ടിരിക്കെ ക്രിസ്തുവർഷം 585 സ്വർഗത്തിലേക്ക് യാത്രയായി.